നമുക്കിന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു നാഗ്പൂർ സ്റ്റൈൽ ഫിഷ് കറി കണ്ടാലോ. അതിന് വേണ്ടി നമ്മളൊരു ജാറെടുത്തു. ജാറിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു സവാള, ഒരു ബേ ലീഫിൻ്റെ ഇല, ആവശ്യത്തിന് കുരുമുളകിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റുമാണ് ഇതിലെ ഹൈലൈറ്റ്. അതുകൊണ്ട് നന്നായിട്ട് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സ്പൈസസിനനുസരിച്ചിട്ടുള്ള കുരുമുളക് തന്നെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മളൊരു മീൻചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അതിലേക്ക് ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജീരകവും കൂടി ആഡ് ചെയ്ത് ജീരകം ഒന്ന് ചൂടാവുന്ന ആ ഒരു ടൈമിലേക്ക് നമ്മൾ ഒരു 2 പീസ് ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു പീസ് ബേ ലീഫിൻ്റെ ഇല കൂടി ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ആ പച്ച സ്മെല്ല് മാറുന്നിടം വരെ നന്നായിട്ട് നമ്മളിതിനെ റോസ്റ്റ് ചെയ്ത് തന്നെ എടുക്കണം. പിന്നെ നമ്മളിതിൽ തക്കാളിയോ പുളിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒരു നാഗ്പൂർ സ്റ്റൈൽ ഡിഷ് ആയതുകൊണ്ടാണ് അവരിതിലിതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മൾക്കതിന് ആവശ്യമായ തക്കാളിയോ അല്ലെങ്കിൽ പുളിവെള്ളമോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു ടൈമിൽ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മസാലകൾ ഓവറായിട്ടുള്ള മസാലാസൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നു. നമ്മളിതിവിടെ രേഹു എന്ന് പറഞ്ഞ മീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും നിങ്ങൾക്ക് ഉള്ള ഒരു ഗ്രേവിയുടെ ഒരു അനുസരിച്ചിട്ട് ചൂടുവെള്ളം വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് ഇത് റെഡിയാവും. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൊറോട്ടയ്ക്കും പുട്ടിനും ഒക്കെ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ആ മല്ലിയിലയുടെ സ്മെല്ലോ ഒന്നുമില്ല. പിന്നെ പുളിയില്ല. പുളിക്ക് പകരം നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് തക്കാളിയോ പുളിവെള്ളമോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു നാഗ്പൂർ സ്റ്റൈൽ ഡിഷ് ആയതുകൊണ്ടാണ് നമ്മളിതിൽ തക്കാളി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത്